ഗായ്സ്, അപ്പോൾ ഈ ഒരു വീഡിയോ ചെറുമുള്ളൻകാവിലെ കാളവേലയുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാനിത് ഇടണം വിചാരിച്ചതായിരുന്നു കേട്ടോ. പിന്നെ എക്സാമൊക്കെ ആയ കാരണം കുറച്ച് തിരക്ക് പിടിച്ചിട്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇടാൻ അങ്ങോട്ട് വൈകിയത്. അപ്പോൾ എന്തായാലും ഫുൾ വീഡിയോ കണ്ടോക്കാം. ഞാനിതിൽ പൂരത്തിൻ്റെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഫുൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ കാളവേലയ്ക്ക് എത്തിയിട്ടുണ്ട് രാത്രി. അപ്പോൾ രാത്രി നമ്മളൊരു 3:30-4 മണി വരെയൊക്കെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഫുള്ളായിട്ട് കാളവേല കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അതുവരെയുള്ള വീഡിയോസ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. ഇവിടെ ഓരോരുത്തർക്ക് ഉറക്കം തൂങ്ങി നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മളിത് കാള വരുന്നു പറഞ്ഞാണ് നീപ്പിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും നമ്മൾ നീപ്പിച്ചു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് കാളവേല കാണാൻ വേണ്ടിയിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കുറേ കാളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് തന്നെ. അപ്പോൾ ഇത് ഓരോരുത്തരായിട്ട് ഗ്രൗണ്ടിലൊക്കെ പോയി നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കുട്ടികളൊക്കെ ഭയങ്കര ഉറക്കത്തിലാട്ടോ. എനിക്ക് എന്താ അറിയില്ല, ഉറക്കം പറഞ്ഞ സാധനം ഇല്ലെന്ന്. ഇന്നത്തെ ദിവസം മൊത്തത്തിൽ കാളവേല ആഘോഷിച്ചിരിക്കട്ടെ ഞാൻ. കൂത്തുപാടത്തിന് സമീപത്ത് വെച്ച് മുഴുവൻ വാദ്യങ്ങളും അവസാനിപ്പിച്ച് വാദ്യങ്ങളില്ലാതെ കാളകൾ ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് പ്രവേശിക്കണമെന്ന് വിനയപുരസരം അപേക്ഷിക്കുന്നു.
അമ്പലത്തിൽ കാളവേലയ്ക്ക് കാളയും പിന്നെ അതേപോലെ രാവിലെ പൂരത്തിന് തേരും ആട്ടോ വരാറ്. അതാട്ടോ ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇന്ന് തേര് കാണാൻ വേണ്ടിയിട്ടാട്ടോ നിൽക്കുന്നത്. തേര് കയറുന്നതൊക്കെ കാണാട്ടോ നമുക്ക്. നമ്മുടെ അവിടുന്ന് മുണ്ടൻകോട്ടുശ്ശേരിയിൽ നിന്ന് തേരുണ്ട്. ആ ഒരു തേര് അമ്പലത്തിൻ്റെ സൈഡ് ഭാഗത്ത് കൂടെ ആയിട്ടോ എപ്പോഴും കയറാറ്. അതിനായിട്ടോ ആ ഒരു തേരിൻ്റെ വഴി. അതുപോലെ നമുക്ക് ഇന്നും അതേ റൂട്ടിൽ കൂടെ തേര് വരുന്നത് നമുക്ക് കാണാട്ടോ. അപ്പോൾ ഇതാട്ടോ ഞാൻ പറഞ്ഞ തേര്. അപ്പോൾ ശിങ്കാരിമേളം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ തേര് അമ്പലത്തിൽ കയറുന്നത്. അത് കാണുമ്പോണ്ടല്ലോ മൊത്തത്തിൽ നമുക്കൊരു ആവശ്യപ്പാടെ കയറി വരും കേട്ടോ. അത്രയും ജനങ്ങൾ കൂടിയിട്ടാണ് ആ ഒരു തേര് വലിച്ച് കയറ്റുന്നത്.
ഞാനും അമ്മയും കാളയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാട്ടോ വഴി തെറ്റിയിട്ട് ഇവർ വരുന്നത്. അങ്ങനെ എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടിയും കൂട്ടിമുട്ടിയിട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും പൂരൊക്കെ കണ്ട് ഏട്ടനെ കാത്തു നിൽക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഏട്ടൻ വന്നതിന് ശേഷം ഇവർ രണ്ടാളും കൂടിയിട്ട് ഏട്ടനും തക്കും കൂടിയും കൂടിയിട്ട് ആഭരണങ്ങൾ വാങ്ങാൻ പോവുക അത്രേ. എന്നാൽ പിന്നെ നമ്മളും കൂടെ പോയിട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ എന്താ പറയുക കുറേ കളിപ്പാട്ടങ്ങളൊക്കെ നോക്കിയിട്ടോ. പിന്നെ നമ്മൾ കുറേ കളിപ്പാട്ടമൊക്കെ വാങ്ങി എന്നുവെച്ചാൽ കുട്ടികളൊക്കെ കൂടിയിട്ട് കുറേ കളിപ്പാട്ടൊക്കെ വാങ്ങിയായിരുന്നു. അപ്പോൾ അതൊന്നും ഞാനും 2-3 എണ്ണമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ആൾക്കാർക്ക് എന്താ തോന്നുന്നത് ഞാൻ ചെറിയ കുട്ടിയാണ് തോന്നില്ല, അത് വെച്ചിട്ട് ഞാൻ ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ വളയും മാലയൊക്കെ നോക്കിയിട്ടോ. അപ്പോൾ നമ്മൾ വാളൊക്കെ വാങ്ങിയിട്ടോ തക്കൂന്. അപ്പോൾ ഏട്ടൻ വാളൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക കുറേ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ അവിടുന്ന് പൂരപ്പറമ്പിലെത്തിയാൽ പിന്നെ നമ്മൾ അത് വാങ്ങി ഇത് വാങ്ങി ഇപ്പോൾ വാങ്ങാത്ത സാധനങ്ങളില്ല എല്ലാം നമ്മൾ വാങ്ങിക്കും. അങ്ങനെ ഇവർ ഓരോ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പല പല കടയിലൊക്കെ ആയിട്ട് കയറിയിട്ടോ. അങ്ങനെ ഞാനും മേമയും കൂടി പോയിട്ട് കമ്മലൊക്കെ വാങ്ങിയിട്ടോ. ഞാൻ 2 കമ്മൽ വാങ്ങിയിട്ട് നല്ല ഭംഗിയുള്ള കമ്മൽ. പിന്നെ ഞങ്ങൾ വേറൊരു കടയിൽ കയറിയപ്പോൾ അവിടെ ഞാൻ സാധനം കണ്ടു കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് വാങ്ങണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിൻ്റെ റേറ്റ് എത്ര ചോദിച്ചപ്പോൾ അവർ പറയാത്ത സ്പീക്കറാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കാർ. ഇതാണ് സംഭവം സ്പീക്കർ എന്ന് വെച്ചാൽ അവരെന്താ ഗൂഗിൾ പേയുടെ അതൊക്കെ പറയുന്ന സ്പീക്കർ. ഞാൻ പെട്ടെന്ന് വിൽക്കാനുള്ളതാണെന്ന് വെച്ചിട്ട് ഞാനങ്ങനെ റേറ്റൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെയൊന്നുമല്ല. അതിന് ഞാനൊന്നേയും കൂടി എന്താ പറയുക പിന്നെയും കമ്മൽ നോക്കാൻ വേണ്ടി പോയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് എന്താ പറയുക മുട്ടൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ കുടിക്കാൻ വേണ്ടി പോയിട്ടോ. നമ്മൾ 3 ഫ്ലേവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൽ ഏറ്റവും ടേസ്റ്റ് ബെറി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പച്ചമുളക് ഇട്ട കാരണം ഭയങ്കര എരിവുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനെ ഭയങ്കര എരിവ് തോന്നിയിട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ 3ഉം ടേസ്റ്റ് ചെയ്തു കേട്ടോ വരെയെന്ന്. പിന്നെ വരുന്ന നേരത്ത് നമ്മൾ രാവിലെ കണ്ട കലാരൂപങ്ങളൊക്കെ തിരിച്ച് വരുന്നുണ്ടായിരുന്നു, അതൊക്കെ കണ്ട് പിന്നെ നമ്മൾ പടക്കം പൊട്ടണൊക്കെ കണ്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങളിത് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കൂ.